എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സമാനമായ സംഭവങ്ങൾ ഇതേ സംസ്ഥാനത്ത് 1922 ഉണ്ടായപ്പോൾ മാസങ്ങളോളം പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവർ ജയിലിൽ കിടക്കുകയും അവർ ക്രൂരമായ പീഡനത്തിന് ഇരയായതായി അവർ കോൺഗ്രസ് ഭരണകാലത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് മാത്രമല്ല ഈ തവണ ഈ വിഷയത്തിൽ ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ മാധ്യമ പ്രവർത്തനങ്ങളിലോ പെട്ട ഏതെങ്കിലും ഒരു കക്ഷി നിയമപരമായോ സാങ്കേതികമായോ ഇവരുടെ മോചനത്തിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയതായിട്ട് നമ്മുടെ അറിവിലില്ല. എനിക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഇവർ ബെയിൽ പരിഗണിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതുവരെ അനങ്ങാതിരുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽപ്പെട്ടവർ ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. 4 ദിവസം മുമ്പ് കോടതിയുടെ മുമ്പിൽ ജാമ്യ ഹർജി പരിചയിക്കും തട്ട് മുമ്പ് അവിടെ വലിയ രാഷ്ട്രീയ പ്രകോപനം ഉണ്ടാക്കി. എം പിമാരും അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ ശക്തിയില്ലാത്തവർ, അവിടുത്തെ 35 MLA-മാരുണ്ടായിട്ട് ഒരു MLA-യുടെ പിന്തുണ പോലും ഇല്ലാതെ സമരത്തിന് അവർ ഇറങ്ങാത്ത പ്രദേശത്തുള്ളവർ, സഹായിക്കാത്തവർ, ഇതിന് ഗവൺമെന്റിനൊപ്പം നിന്നവർ. എന്തിന് അവിടുത്തെ KPCC-യുടെ അധ്യക്ഷന്റെ പ്രസ്താവന പോലും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയത്? ഈ നിയമം അവിടെയുള്ള ആളുകളുടെ പ്രതികരണമല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ രാഷ്ട്രീയ നാടകം എന്താണ്, അത് ആരു നടത്തി എന്നാണ്. 3 തവണയിൽ കൂടുതലൊക്കെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കഷ്ടമല്ലേ? അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? മാധു, ഞാൻ പറഞ്ഞില്ലേ, ജയിലിന്റെ മുമ്പിൽ വന്ന് അവിടുത്തെ മാധ്യമങ്ങളെയും അവിടുത്തെ മറ്റുള്ളവരെയും ജഡ്ജിമാരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അവർ പ്രകോപനം ഉണ്ടാക്കി, രാഷ്ട്രീയ നാടകം കളിച്ചു. അവരുടെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇന്നലെ വരെ കേരളത്തിലെ മീഡിയകൾ ഈ രീതിയിലായിരുന്നില്ലല്ലോ മാധു. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. പക്ഷേ അതല്ല, ഒരു കോടതി വിധി പറയുന്നത് കോടതിക്ക് മുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണോ, കോടതിക്കുള്ളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കേട്ടാണോ? അങ്ങനെയല്ലേ ഛത്തീസ്ഗഡിൽ? ഇതെന്താ മറ്റെന്തെങ്കിലും റിപ്പബ്ലിക്കാണോ? നോക്കൂ, ഈ ചർച്ച ചെയ്യുന്ന ആങ്കർമാരുടെ താല്പര്യം പോലും എന്താണ്? കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ അവിടെ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയാം. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ശക്തമായ നിലപാടെടുത്തു എന്ന് പച്ചക്കള്ളം പറയുകയും കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ പുറത്തു വന്ന് വളരെ മൃദുവായ സമീപനമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത് എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ അതുപോലും മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചർച്ച എന്തായിരുന്നു? എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? മാധു ചോദിച്ച ഒറ്റ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരാം. കേരളത്തിലെ ചില കേസുകളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മെറിറ്റ് നോക്കി പറയുന്ന ജഡ്ജിമാർ പരാമർശിക്കുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ്? കേരളത്തിലെ ജഡ്ജിമാർ കേരളത്തിലെ കേസ് പരിഗണിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വന്ന ചർച്ചകളും മാധ്യമ വാർത്തകളും ഏത് സാഹചര്യത്തിലാണ് പരാമർശിക്കുന്നത് എന്ന് മാധു വിശദീകരിക്കാത്തത് എന്താ? നിന്റെയൊക്കെ കോപ്രായത്തിൽ തൂങ്ങാൻ വേറെ ആളെ നോക്കി. ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് എല്ലാ തരത്തിലും എല്ലായിടത്തും മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളും ഇതൊക്കെ വക്കീലന്മാർ പരാമർശിക്കാറുണ്ട്. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഛത്തീസ്ഗഡിൽ ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടില്ല, പക്ഷേ 2-3 ദിവസം കിട്ടേണ്ടിയിരുന്ന നീതി വൈകിപ്പിക്കാൻ ആത്മാർത്ഥതയില്ലാത്ത, ഇത് കുളങ്കലക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും MP-മാരുടെ രാഷ്ട്രീയ നാടകം ഇടയാക്കി. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാസ്റ്റർ, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമുള്ള ആളാണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, മാഷ് ഇന്നലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ശ്രദ്ധിക്കാതെയാണ് ഈ ചർച്ചയ്ക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ അതായത് ജയേന്ദ്രൻ മാസ്റ്റർ അനാവശ്യമായിട്ട് ഇക്കാര്യത്തിൽ UDF-ന്റെ MP-മാർ എന്തോ കളവ് പറഞ്ഞു എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ റദ്ദ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ BJP-യുടെ പ്രതിനിധികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? കേരളത്തിലുള്ള 2 കന്യാസ്ത്രീകളെ മറ്റേതോ രാജ്യത്ത് ഏതോ ഒരു തീവ്രവാദ സംഘടന തടവിൽ പാർപ്പിച്ചിരുന്നിടത്ത് നമ്മുടെ മേജർ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു കമാൻഡോ സംഘം അങ്ങോട്ട് പോയി മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെയാണ് BJP-യുടെ ഈ വക്താക്കളൊക്കെ ഇന്ന് പറഞ്ഞു വെക്കുന്നത്.
വാസ്തവത്തിൽ നടന്നത് എന്താ? വാസ്തവത്തിൽ BJPയുടെ തന്നെ സംഘടനാ ശ്രേണിയുടെ ഭാഗമായിട്ടുള്ള സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള ബജറംഗ് ദളുകാര് ഇത് ഇത്രയും വലിയ കുരിശാന്ന് ഞാൻ ഒരു മോബോക്രസ് നടത്തി, ജനക്കൂട്ട ആക്രമണം നടത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി. നമ്മുടെ 2 മലയാളി സഹോദരിമാരെ, 2 കന്യാസ്ത്രീകളെ അവരെ മർദ്ദിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തതിനു ശേഷം അവിടുത്തെ ഗവൺമെന്റ് തങ്ങളുടേതാണ് എന്ന അഹങ്കാരത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ മതത്തിനെതിരായി ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസിന് കൈമാറുകയും പോലീസ് അവരെ കള്ളക്കേസിൽ കുടുക്കി നീതിയുക്തമല്ലാത്ത രീതിയിൽ അന്യായമായി ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്നത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമല്ല, ഇത് കോൺഗ്രസ് പാർട്ടിയോ UDF ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമല്ല. നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിങ്ങളുടെ സംഘടനാ ശ്രേണിയിൽ സംഘപരിവാറിൽപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗം നടത്തിയിട്ടുള്ള അക്രമോത്സുകമായിട്ടുള്ള മതവർഗീയ പരിപാടിയുടെ ഭാഗമായിട്ട്, വർഗീയ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് മലയാളികളായിട്ടുള്ള 2 സഹോദരിമാർ ജയിലിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഛത്തീസ്ഗഡിലേക്ക് പോകരുത് എന്ന് BJP എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അങ്ങോട്ട് അയച്ചത്, അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ല അങ്ങോട്ട് അയച്ചത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത അവിടെ ഈ പറയുന്ന സിസ്റ്റർമാരുടെ പ്രദേശത്തെ MLA-മാരടക്കം MP-മാരടക്കം ഉള്ളവരെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. പിന്നെ ഞങ്ങൾ എന്ത് ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന് പറയുന്നത്? ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടത്, ഞങ്ങൾ BJPയുടെ നേതാവ് അമിത്ഷായെ അല്ല കണ്ടത്. ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊണ്ടു. അദ്ദേഹത്തിന് ഉറപ്പ് വാങ്ങി. എന്ത്? ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് ഉറപ്പ് വാങ്ങി. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇന്ന് ആ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയവർ പുറത്തെത്തിയത്. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസ് എന്താ? ഇനി അവരെ ആരുടെ മുന്നിൽ ഹാജരാണ്? NIA-യുടെ എന്താ NIA? തീവ്രവാദ വിരുദ്ധ കേസ് അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയിലേക്ക് ഈ 2 മലയാളി സഹോദരിമാരെ എറിഞ്ഞു കൊടുത്തില്ല BJP? നാണുണ്ടോ ഇങ്ങനെ പറയാൻ? അവരെന്ത് തീവ്രവാദികളും ബൈബിളും അല്ലാതെ അവരുടെ കയ്യിൽ ബോംബുണ്ടോ? അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നോ? അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ അവർ തീവ്രവാദികളാവുന്നത്? എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.